പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെഡസ്ട്ര ബസ്സിൻ്റെ BS6 സെഡസ്ട്ര ബസ്സിൻ്റെ മിനിയേച്ചറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് മെഷർമെൻ്റ് അടക്കമുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മിനിയേച്ചർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ടൊരു വണ്ടി ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു അളവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഫുള്ള് ബ്ലൂ പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലൂ പ്രിൻറ്റ് കിട്ടുക, അളവ് കിട്ടുക, അളവ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് അല്ലാണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ബ്ലൂ പ്രിൻറ്റ് ഫുള്ള് നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടത്, എന്തെല്ലാം ആവശ്യം, എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ പരിചയപ്പെടാം. ഇത് ഫോം ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഫോറക്സ് ഷീറ്റ് എന്നൊക്കെ പറയും, പക്ഷേ ഫോം ഷീറ്റും ഫോറക്സ് ഷീറ്റും ചെറിയ എന്തോ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം കറക്റ്റ് എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിപ്പോൾ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വാങ്ങുന്നത്. ഇത് ബ്ലാക്ക് കളർ ഫോം ഷീറ്റാണ്. ഇപ്പോൾ നമ്മൾ കൊമ്പൊക്കെ ചെയ്തത് വൈറ്റ് കളറിലാണ്. ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ചാണ്, വൈറ്റിലാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, അതായത് എന്താ പറയുക, ഇങ്ങനെ ഞെക്കിയാൽ ഇങ്ങനെ അമർത്തിയാലൊന്നും അങ്ങനെ അമർന്നു പോകാത്ത ടൈപ്പാണ് ബ്ലാക്ക്. അതുകൊണ്ടാണ് നമ്മൾ സൈഡും ടോപ്പും ബാക്കും ഒക്കെ ബ്ലാക്കിനെ കൊണ്ട് ചെയ്തത്. ഫ്രണ്ട് വൈറ്റിനെ കൊണ്ടാണ് ചെയ്തത്. കാരണം ബ്ലാക്ക് ഫോം ഷീറ്റ് ബെൻഡ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബ്ലാക്ക്. അപ്പം ബെൻഡ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന പ്രശ്നമെല്ലാം ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് നല്ലോണം ബെൻഡാവും. അതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി സൈഡും ബാക്ക് ടോപ്പെല്ലാം ഇനിയിപ്പം ബ്ലാക്കിൽ തന്നെ ചെയ്യുക. പ്ലാറ്റ്ഫോമൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് നല്ല ഉറപ്പുണ്ട് വൈറ്റിനെക്കാട്ടിയും. പിന്നെ ഇത് നമ്മളിപ്പം വെറുതെ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചാൽ, കാരണം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭാഗം വൈറ്റും കുറച്ച് ഭാഗം ബ്ലാക്കും ആകുമ്പോൾ ബ്രൈറ്റ്നെസ്സിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് സ്പ്രേ അടിച്ചത്, ഒരു ബ്രൈറ്റ്നെസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഫോം ഷീറ്റാണ്, ഏത് മെറ്റീരിയൽ ഫോം ഷീറ്റ് താഴെ ഞാൻ വെച്ച ഒരു പീസ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി ഒരു ഇതിപ്പം ഒരു പഴയ ഫ്രിഡ്ജ് ബോക്സിൻ്റെ മേലെയാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഈ മഞ്ഞ കളറും ബ്ലാക്ക് കളറും കൂടി ബ്രൈറ്റ്നെസ്സിൻ്റെ പ്രശ്നം പിന്നെയും വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് പീസ് വെച്ചതാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഉപകാരമായിരിക്കും. ഇതൊരു ഇത്രയുള്ള പീസായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പീസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിൽ വലുതിപ്പോൾ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിലവിലെടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പീസാണ്. ചെറിയ പീസ് കഴിഞ്ഞാൽ നമുക്കൊരു ബസ്സെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം, അതിൻ്റെ പ്രൈസൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പ്രൈസ് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും. അതുകൊണ്ട് പ്രൈസൊന്നും ഞാൻ ഇപ്പം അങ്ങനെ പറയുന്നില്ല. എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ ഈ ഒരു വർക്ക് ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാം ഒരു സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഒന്നും ചെയ്ത് തുടങ്ങിയില്ല. അപ്പോൾ ഇതാണ് നിലവിലെ കണ്ടീഷൻ. ഡോറൊക്കെ ഓപ്പണബിൾ ആണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ഡോറ് ചെയ്തെടുക്കുന്നത് പണി ഫുള്ളായില്ല, എന്നാലും ഡോറിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു ഡോർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാത്തവർ ഷോർട്സ് കാണുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡ്രൈവർ ഡോറ് ഞാൻ അപ്പുറത്ത് സൈഡ് കാണിക്കാം. അതെല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ആയിട്ട് ഉള്ളത് ആ ഒരു വീഡിയോ കാണുക. അത് ഉണ്ടാക്കുന്നത് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ള ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. മെഷർമെൻറ്റ് ഫുള്ളായിട്ട് പറയാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു മെഷർമെൻറ്റ് ഇട്ടിട്ടുണ്ട് മുന്നേ ചെയ്തൊരു വർക്കിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു മിസ്റ്റേക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് മനസ്സിലാവും, എന്നാലും ടയറിൻ്റെ സൈസെല്ലാം കുറച്ചുകൂടി വേണമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വർക്കിൽ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടാക്കുമ്പം ആ ഒരു അളവ് എടുക്കാണ്ട് ഈ ഒരു അളവ് തന്നെ എടുക്കുക. ഇതാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിലവിൽ ഒരു മിസ്റ്റേക്കൊന്നും കാണാത്തൊരു അളവുകൾ. ഇനിയിപ്പോൾ ഇതിലും എന്തെങ്കിലും മാറ്റം വരുത്തി പുതിയ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ മാറ്റം വരുത്തുമ്പോൾ ഞാൻ ആദ്യം അന്നേരം അതിൻ്റെ മെഷർമെൻറ്റ് ഇടാം. നിലവിൽ ഇപ്പോൾ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റാണ് പറയുന്നത്. മെഷർമെൻറ്റ് പറഞ്ഞതിന് ശേഷം എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറയും. എന്തായാലും ഒരു വീഡിയോ മിനിയേച്ചർ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വീഡിയോ കണ്ടാൽ എന്തായാലും ഉപകാരപ്പെടും. കാരണം ഒരു ഡീറ്റെയിൽസ്, ഒരു ബേസ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ബേസ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ കിട്ടും. സംഗതികളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു അടിത്തറ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ കിട്ടും. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ആദ്യം തന്നെ പറയുമ്പോൾ ഈ ഒരു വണ്ടി 13 സെൻറ്റിമീറ്റർ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫ്രണ്ട് വിഡ്ത്ത് അതുപോലെ തന്നെ ബാക്ക് വിഡ്ത്ത് 13 സെൻറ്റിമീറ്റർ വീതി. അപ്പോൾ ആ ഒരു അളവിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അളവ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൗൾ ഹൈറ്റ് വരുന്നത്, അതായത്
ഇവിടുന്ന് തൊട്ടിട്ട് ഇത്ര വരെ കൗൾ ഹൈറ്റ് 5.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ വരുമ്പോൾ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ അളവില്ല, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ വരെ ഈ ഒരു ഹൈറ്റ് വരുന്നത് 6.3 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ഇത് എഴുതിയെടുത്തോ, പ്രശ്നമില്ല. 6.3 സെൻറ്റിമീറ്റർ. പിന്നെ വരുന്നത് ഈ ഒരു ഇത്, അതായത് ഈ കൗള് കൂട്ടണ്ട, ഈ സൈഡ് പീസ് ഇവിടുന്ന് ഈ ഡോറ് തുടങ്ങുന്നിടത്ത് വരെ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടുള്ള നീളം. പിന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഇത് 2 സെൻറ്റിമീറ്റർ, അതായത് ഇത് 3, അതിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ വിട്ട് കഴിഞ്ഞാലൊരു 2 സെൻറ്റിമീറ്റർ കിട്ടും, ഈ ഒരു 2 സെൻറ്റിമീറ്റർ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഡോറിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ഡോറിൻ്റെ വീതി. ഡോറിൻ്റെ ഹൈറ്റ് 12 ആണ്, അതായത് ഇവിടുന്ന് തൊട്ട് താഴെ വരെ 12. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഏകദേശം വിട്ടിട്ട് നിങ്ങൾ നോക്കും, ഞാൻ ഈ ഒരു അളവ് പറയുന്നില്ല. അതായത് ഒരു ഇത്ര ഏകദേശം നോക്കിയിട്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഹൈറ്റും കൂടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ബാക്കി ഒരു വിൻഡോൻ്റെ ഹൈറ്റിൽ നിങ്ങൾ ഏകദേശം നോക്കിയിട്ട് ചെയ്താൽ മതി, അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതായത് നിങ്ങൾക്ക് ഫോട്ടോ നോക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ ഏകദേശം ഒരു ഇത്ര വിട്ട് കഴിഞ്ഞ് ഗ്ലാസ് ഏകദേശം ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ലെവലിലാണ് ഈ ഒരു ഗ്ലാസ് വരുന്നത്. അതിൻ്റെ താഴെ പിന്നെ ഈ ഒരു ചെറുത്. ഇത് 2 മോഡൽ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരുന്ന ടൈപ്പും ചെയ്യാം, ഇതും ചെയ്യാം. ഞാനിപ്പം നമ്മൾ വണ്ടി ഓർഡർ തന്നവർ ഈ ഒരു മോഡലാണ് പറഞ്ഞപ്പോൾ ഈ ഒരു മോഡലാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ സെറ്റപ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരെന്തായാലും അത് കാണുമോ. പിന്നെ വരുമ്പോൾ ഈ ഒരു ഇത് 1.2 സെൻറ്റിമീറ്റർ. ഇത് റൗണ്ട് ചെയ്ത് 1 ആക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത്, അന്നേരം ഫുൾ അളവ് തെറ്റിപ്പോവും. 1.2 എന്ന് പറഞ്ഞാൽ 1.2 തന്നെ എടുക്കുക. ലാസ്റ്റ് 1.2 എന്ന് പറഞ്ഞാൽ 1 ആക്കി, 5.3 എന്ന് പറഞ്ഞാൽ അത് 5 ആക്കി, ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കാൻ പാടില്ല, അന്നേരം മൊത്തത്തിലുള്ള അളവ് തെറ്റും. പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ കുറച്ചാണെങ്കിലും അത് അങ്ങനെ എടുക്കുക ഞാൻ പറയുന്നത്. പിന്നെ വിൻഡോസിലേക്ക് വരുമ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ ഇത് വീതി, അത് ഫസ്റ്റ് വിൻഡോ. പിന്നെ വരുന്നത് എല്ലാ വിൻഡോ, അതായത് 1, 2, 3, 4, 5 വിൻഡോ ബേക്കിൽ വരുന്നത് മൊത്തം 7.2 സെൻറ്റിമീറ്റർ വീതി. ഇവിടുന്നോട്ട് ഇവിടെ 7.2. പിന്നെ ഓരോ വിൻഡോൻ്റെ അടുക്കുള്ള ഇങ്ങനത്തെ പില്ലറുകളില്ലേ, അതെല്ലാം 0.5, ഇങ്ങനെ ഓരോ പില്ലർ 0.5, അങ്ങനെ 5 വിൻഡോ 7.2, പിന്നെ ഒരു വിൻഡോ 5 സെൻറ്റിമീറ്ററും. അപ്പോൾ വിൻഡോൻ്റെ കാര്യമായി. പിന്നെ വരുമ്പോൾ വീലിൻ്റെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 5.3 സെൻറ്റിമീറ്റർ, അതായത് വീലിൻ്റെ ഞാൻ ബേക്ക് വീൽ കാണിച്ചിട്ട് 5.3 പറഞ്ഞാൽ ഫുള്ള് ഈ ഒരു ഇത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ, അതായത് ഡയമീറ്ററാണ് വരുന്നത്, റേഡിയസ് അല്ല, ഫുള്ള് 5.3. പിന്നെ ഉള്ളിൽ ഈ റിമ്മ് വരുന്ന ഭാഗമില്ലേ, അതിൻ്റെത് 3 സെൻറ്റിമീറ്റർ, സോറി 3 സെൻറ്റിമീറ്റർ. അതായത് ഈ ഒരു റിമ്മിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്ററും ടയറിൻ്റെ മൊത്തത്തിലുള്ള റേഡിയസ് അല്ല ഡയമീറ്റർ 5.3 സെൻറ്റിമീറ്ററും, അതാണ് ടയറിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് വീലാർച്ച് വരുന്നത് ഏകദേശം 6.2 സെൻറ്റിമീറ്റർ വേണം വീലാർച്ച്, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 6.2. കാരണം വീൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ഗ്യാപ്പ് 2 ഭാഗത്തും വേണമല്ലോ, അപ്പോൾ അങ്ങനെ 6.2 സെൻറ്റിമീറ്റർ ഇത് വേണം. പിന്നെ ഈ ഒരു അളവ് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വിടുക, ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 1 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഈ ഒരു അളവ് കേട്ടോ. പിന്നെ നമുക്ക് വീലാർച്ചിൻ്റെ ഹൈറ്റ് വരുന്നത് 3.5, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 3.5. 3.5 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഇത് ബീഡിങ് വരുന്നില്ലേ, അത് ഞാൻ ഇപ്പം ചെയ്തിട്ടില്ല, എന്നാലും ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് ബീഡിങ് വരുമല്ലോ, അതിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് ബീഡിങ് ഇങ്ങനെ വരും. ആ 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞ മേലെ ഇതുവരെ ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും, അതായത് മൊത്തത്തിൽ ഇത് 9 സെൻറ്റിമീറ്റർ. അതിൽ 5 ബീഡിങ് വരും, പിന്നെ ഉള്ള 4 വിൻഡോ വരെ വരും. പിന്നെ വിൻഡോൻ്റെ ഹൈറ്റ് വരുന്നത് 3.5, അതായത് ഈ ഒരു ഫസ്റ്റ് വിൻഡോൻ്റെ ഹൈറ്റ്, ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂട്ടാണ്ട് വിൻഡോൻ്റെത് 3.5, ക്വാർട്ടർ ഗ്ലാസ് 1.8. അതിൻ്റെ അടുക്കും വരും പില്ലറ്, പക്ഷേങ്കിൽ അത് 0.5 ഒന്നുമില്ല, ഒരു 0.3 ഇട്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതിൻ്റെ അത്ര ഇതില്ല, ഒരു നേരിയൊരു കണത്തിൽ കൊടുത്താൽ മതി, ഒരു 0.3 ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു വീലിൻ്റെ ഈ ഒരു സൈഡ് തൊട്ടിട്ട്, അതായത് ഈ ബോഡിയാണ് വീലല്ല സോറി, ഈ ഒരു ബോഡീൻ്റെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് അടുത്ത ബാക്കിൽ ഈ ഒരു പോർഷൻ വരെ 20.3 സെൻറ്റിമീറ്ററാണ് വരിക, അതായത് ഈ ഒരു ലെങ്ത്ത് 20.3. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ വിടുക, 8 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു ചെറിയ മേലേക്ക് ഒരു കർവ് കൊടുക്കുക, കർവല്ല ഒരു സ്ലോപ്പ്, 8 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ അങ്ങോട്ടേക്ക് ഒരു ചെരിവ് കൊടുക്കുക. അപ്പോൾ മൊത്തം ഈ ഒരു വീല് തൊട്ടിട്ട് ഈ ഒരു സൈഡ് പീസ് എൻഡ് ചെയ്യുന്ന വരെ 8 4 12 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതിൽ 8 കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് മേലോട്ട് കൊടുക്കുക, മൊത്തത്തിൽ 12 സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ വീൽ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ
26.5, അതായത് ഈ വീലിൻ്റെ സെൻറ്ററില്ലേ, ഈ സെൻറ്റർ തൊട്ടിട്ട് ബേക്ക് വീലിൻ്റെ സെൻറ്റർ വരെയുള്ള നീളം 26.5 സെൻറ്റിമീറ്റർ, 26.5 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയാണ് സൈഡ്, ഈ ഒരു സൈഡിൻ്റെ അളവ്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡും കൂടി നോക്കാം. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ ഡോറിൻ്റെ ഈ ഒരു ഏരിയ നോക്കാം. എന്നാൽ ഡ്രൈവർ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സെറ്റപ്പ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. മറ്റേ നമ്മളെ പാസഞ്ചർ ഡോർ, സ്ലൈഡിങ് ഡോറും ഇട്ടിട്ടുണ്ട്, ഈ ഡ്രൈവർ ഡോറും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഡ്രൈവർ ഡോറും ഡിക്കി ഒരു വീഡിയോ, അപ്പുറം നിൽക്കുന്ന പാസഞ്ചർ ഡോർ ഒറ്റൊരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ അളവ് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ബീഡിങ് വരും, അതായത് സൈഡ് ബീഡിങ് ഈ ഒരു ലൈൻ ഉണ്ടാവും, അവിടെയാണ് വരിക. പക്ഷേ ഈ ഒരു ഡ്രൈവർ ഏരിയയിൽ വരുമ്പോൾ ഏകദേശം ഈ ഒരു ലൈൻ ഉണ്ടാവും, ഇവിടെയാണ് ബീഡിങ് വരിക. ഞാൻ ബീഡിങ് ചെയ്തിട്ടില്ല. നല്ല ഒരു ബീഡിങ്ങിൻ്റെ ഹൈറ്റ് പറയുമ്പോൾ 3.9 വരിക, അതായത് ഇവിടുന്ന് തൊട്ട് ആ ബീഡിങ്ങിലേക്ക് 3.9. പിന്നെ ഡ്രൈവർ ഡോറിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഡ്രൈവർ ഡോറിൻ്റെ ഹൈറ്റ് 7.9, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് താഴെ വരാം. ഡ്രൈവർ ഡോറിൻ്റെ ഹൈറ്റ് 7.9, വിഡ്ത്ത് 5. അപ്പുറം പാസഞ്ചർ ഡോർ 4.5 ആയിരുന്നു വിഡ്ത്ത്, അതിനെക്കാട്ടിയും വീതി ഈ ഒരു ഡ്രൈവർ ഡോറിനുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വീതി ഡ്രൈവർ ഡോറിന് കൊടുക്കണം. പിന്നെ ഒരു 3.8 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതായത് ഇവിടുന്ന് താഴേന്ന് 3.8 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇവിടെ എത്തുമ്പം പിന്നെ ഡ്രൈവർ ഡോറിൻ്റെ വിൻഡോ 4 ഭാഗത്തുനിന്ന് ഒരു 0.5 ഒക്കെ വിട്ടിട്ട് ഡ്രൈവർ ഡോറിൻ്റെ ആ ഒരു കട്ടിങ് കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസിൻ്റെ ഏരിയ വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടുത്തെ ക്വാർട്ടർ ഗ്ലാസ് 1.3 വേണ്ടു, അതായത് അപ്പുറം 2 പറഞ്ഞു, വീതി കൂടി തന്നു, ഇവിടെ വീതി കുറയും. അപ്പോൾ ഒരു 1.3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വീതി എടുത്താൽ മതി. അപ്പുറം 2 എടുത്തത്, ഇവിടെ 1.3 മതി. ഹൈറ്റ് അപ്പുറത്തേൻ്റെ സെയിം തന്നെ, അവർ ഡോറിൻ്റെ ഏകദേശം നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാം സെയിം തന്നെയാണ്, അതായത് നമ്മളെ വിൻഡോസ് ബാക്കി എല്ലാ കാര്യവും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബാക്ക് സൈഡാണ് ചേഞ്ച് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ഈ ഒരു എമർജൻസി എക്സിറ്റാണ് ചേഞ്ച് വരിക. അതായത് ബേക്കിൽ നിന്ന് ഒരു 2.7 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഈ ഒരു വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുക, അതായത് 2.7 ഈ ഒരു ഫസ്റ്റ് വിൻഡോ. അത് കഴിഞ്ഞ് ക്വാർട്ടർ ഗ്ലാസ് അല്ല, ഈ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ഡോർ ഒരു 4.3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്കും വിടുക. 4.3 2.7 എടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ അങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് ഹൈറ്റ് 3.5, ഇതിൻ്റെ ഹൈറ്റ് ഈ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ 3 സ്റ്റെപ്പ് വരും, അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത്രയാണ് ഡ്രൈവർ സൈഡിൻ്റെ മെഷർമെൻറ്റ്, ഇത്രയേ ഉള്ളൂ. ബാക്കി വിൻഡോയും കാര്യങ്ങളെല്ലാം നേരത്തെ അപ്പുറം പറഞ്ഞ അവർ സെയിം തന്നെ. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. സെഡസ്ട്രേൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പുട്ടി വർക്കെല്ലാം വരും, ബോഡി ഫില്ലറിലിട്ട് ഷേപ്പ് കറക്റ്റാക്കി എടുക്കേണ്ടതുണ്ട് ഈ ഒരു സൈഡെല്ലാം. പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും, കുറച്ച് ടൈറ്റാണ്, എന്നാലും ഓപ്പൺ ചെയ്യാൻ പറ്റും. കുറച്ച് ടൈറ്റ് ഉണ്ട്, അത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചേസെല്ലാം ഉള്ളിലുണ്ട്. ഡിക്കി ബോക്സ് ഒന്നും ആക്കിയില്ല, ജസ്റ്റ് ഡിക്കി ഡോർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. വീതി 13 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഏകദേശം ഞാൻ പറയാം 14.8 അങ്ങനെ എന്തോ ആണ് വരിക ഹൈറ്റ്. 14.8 15 റേഞ്ചാണ് വരിക ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. അവർ ഇത്ര പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ടോട്ടൽ ഹൈറ്റ് കിട്ടും. പിന്നെ വരുന്ന ടോട്ടൽ ലെങ്ത്തും അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇത്ര അവിടെ നിന്ന് ഇത്ര എന്നെല്ലാം പറഞ്ഞില്ലേ, അപ്പോൾ അതെല്ലാം ആഡ് ചെയ്താൽ ടോട്ടൽ ലെങ്ത്തും കിട്ടും. ഏകദേശം ഒരു 53 പോയിൻറ്റ് സംതിങ് അങ്ങനത്തെ വരുക, ഒരു 54 53 ആ റേഞ്ചാണ് വരിക. അപ്പോൾ അത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പം നമ്മൾ ചെയ്സൊന്നും ഫിക്സ് ചെയ്തില്ല കേട്ടോ, ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ നിങ്ങൾക്കൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം, ഈ ഒരു മെഷർമെൻറ്റ് കിട്ടണ്ടേ. അപ്പോൾ ഈ ഒരു ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നമ്മളെ അക്കൗണ്ട് സെർച്ച് ചെയ്യുക, ZB ഓട്ടോക്രാഫ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ അക്കൗണ്ട് കിട്ടും. അപ്പോൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, വേണമെങ്കിൽ ഫോളോ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇത് വീഡിയോ നോക്കി നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതായത് ZB ഓട്ടോക്രാഫ്റ്റ് അപ്ഡേറ്റ് 1250 മെമ്പേഴ്സ് ഉള്ളൊരു ചാനൽ കിട്ടും, ബ്രോഡ്കാസ്റ്റ് ചാനൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനൽ വരും. അപ്പോൾ ഒരു ജോയിനിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി എനിക്ക് തന്നെ ജോയിൻ ചെയ്യാൻ കഴിയും, ഞാൻ ആ ഒരു സെയിം അക്കൗണ്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഫുള്ള് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതായത് ആദ്യം ഇട്ടത് ഇതാ ഈ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, ഇവിടെ ഒന്നും ലിങ്ക് കാണുന്നില്ലെങ്കിൽ മേലെ നമ്മൾ ഇത് ഞെക്കുക, അതായത് ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ടൊന്ന് മറിച്ച് കഴിഞ്ഞാൽ ലിങ്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്,
ഈ ഒരു ലിങ്കിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലിങ്കും ഇവിടെ കിട്ടും. ആദ്യം ഇട്ടത് ZB ഓട്ടോക്രാഫ്റ്റ് മെഷർമെൻറ്റ്സ്, അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ്. അതുവഴി ഡൗൺലോഡ് ചെയ്താൽ ഞാനിപ്പം പറഞ്ഞ ഈ ഒരു സാധനം മൊത്തത്തിലൊരു എന്താ പറയുക ബ്ലൂ പ്രിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ പേപ്പറിൽ ഇപ്പോൾ എഴുതി എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ അളവും നിങ്ങൾ അതിനകത്ത് കാണും. ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് അതായിരിക്കും സുഖം. പിന്നെ ഇതാ ZB ഓട്ടോക്രാഫ്റ്റ് ZS ഫ്രണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടും. പിന്നെ ഇതാ ZS ബാക്ക്, അത് ഞെക്കിക്കഴിഞ്ഞാൽ ബാക്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടും. പിന്നെ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ 2.7 സെൻറ്റിമീറ്റർ എന്ന് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡ്രൈവർ സൈഡ് നമ്മളെ ഞാനിപ്പം ഡ്രൈവർ സൈഡ് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ ലിങ്കും കിട്ടും. ഡ്രൈവർ സൈഡിൻ്റെ ബ്ലൂ പ്രിൻ്റിൻ്റെ ലിങ്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ട്രാവലർ ഉണ്ടാക്കേണ്ട യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് എടുക്കാൻ കഴിയും. അല്ല ഞാനിപ്പം പറഞ്ഞ ലിങ്ക് അവിടെ കിട്ടും. അതായത് ഏതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതില്ലേ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടിയൊരു പോസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളിതാ ഇതിലിങ്ങനെ 2 പീസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പീസായിട്ട് നിങ്ങൾക്ക് അവർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മേലോട്ട് വന്നതിന് ഫ്രണ്ട് ബ്ലൂ പ്രിൻ്റ് ബാക്ക്. അപ്പം മറ്റേ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ, അതായത് ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കേണ്ടത്, അളവെല്ലാം എങ്ങനെ കറക്റ്റ് ആക്കുക, അതിലുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണുക. 1,00,000 വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ യൂട്യൂബിലേ കിട്ടിയിട്ടില്ല. യൂട്യൂബിൽ ഇടുന്നതിനിടയ്ക്ക് തന്നെ ഡിലീറ്റ് ആക്കിപ്പോയി. അതുകൊണ്ട് യൂട്യൂബിൽ ഇടാൻ കഴിയില്ല. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേണമെങ്കിൽ അത് കാണുക. അപ്പോൾ ഇത്രയാണ്. അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർ വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. 11.5K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യമേ അങ്ങനെ പറഞ്ഞാൽ പോലെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അളവെല്ലാം കാണിക്കണോ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരുണ്ടാവും, നമ്മളെ വീഡിയോസ് യൂട്യൂബിൽ മാത്രം കാണുന്ന കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തം കാണിച്ചത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുമെല്ലാം ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതായത് യൂട്യൂബിൽ നമ്മളെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ യൂട്യൂബിൽ മാത്രം കാണുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഇൻസ്റ്റാഗ്രാം മാത്രം കാണുന്നവർക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അത് ഇട്ടിട്ട് ഒരു മാസം ആയിട്ടില്ല, എന്തായാലും 2-3 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി യൂട്യൂബിലിടുന്നു, ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിലിടുന്നു. അപ്പോൾ രണ്ടിലും കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഡൗൺലോഡിങ് ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ഈ ഒരാൾ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങളൊരു പേപ്പറിൽ വരച്ചിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് കാര്യങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നല്ല ലോങ് വീഡിയോ ആയിപ്പോയി. ലാസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ മാത്രം ഈ ഒരു എളുപ്പപ്പണി അറിഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ആദ്യം തന്നെ ആ ഒരു എളുപ്പപ്പണി കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ കാണാണ്ട് എല്ലാവരും പോകും. അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷം ആ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ഒരു മേക്കിംഗ് വീഡിയോ എന്തായാലും ഇടും. ഇൻറ്റീരിയറിൽ നമുക്ക് ചെയ്യാനുണ്ട്, ഡാഷ്ബോർഡിലും ചെയ്യാനുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാ വീഡിയോയും ഇടും. അതുപോലെ തന്നെ ട്രാവലറിൻ്റെ മേക്കിംഗ് ഇവിടെ പകുതി ആയിട്ടുണ്ട്. പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അടുത്ത പാർട്ട് 2, പാർട്ട് 3 ഒരു 3-4 വീഡിയോയിൽ ട്രാവലറിൻ്റെ പണി ഫുള്ളായിട്ട് തീർക്കും. ബസ്സിൻ്റെ പണി അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയിൽ ഇടാം, ഷോർട്സ് ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ഇടാം. ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതിനകത്ത് യൂട്യൂബിലില്ലാത്ത കണ്ടൻറ്റ് അതിലും കിട്ടും, യൂട്യൂബിൽ അതില്ലാത്ത ഈ കണ്ടൻറ്റ് യൂട്യൂബിലും കിട്ടും. അപ്പോൾ രണ്ടിലും നമ്മൾ കുറേ കാര്യങ്ങൾ സെയിം വീഡിയോ തന്നെ ഇടും, റീൽസും ഷോർട്സെല്ലാം ഇടും. എന്നാലും ഫുൾ വീഡിയോ എല്ലാം കിട്ടണമെങ്കിൽ യൂട്യൂബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്പം ഞാൻ കുറേ കാര്യങ്ങളെല്ലാം മെസ്സേജെല്ലാം അയക്കലുണ്ട്. അപ്പോൾ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കെല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.